വോട്ടറെ ഭീഷണിപ്പെടുത്തിയെന്ന് കഴിഞ്ഞ ദിവസം ചാലക്കുടിയിലെ LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ച കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത. വാർഡ് 24-ൽ മത്സരിച്ച തന്നെക്കുറിച്ച് ഒരു വീഡിയോ ക്ലിപ്പിംഗ് കാണിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാമ്പത്തികമായി വോട്ടർമാരെ സ്വാധീനിച്ചു എന്ന ആരോപണം വസ്തുത മനസ്സിലാക്കാതെയാണ് എന്നും ബിജു ചാലക്കുടിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പല പ്രാവശ്യം വോട്ട് ചെയ്യാൻ വരാറുണ്ട്. ഞാൻ വോട്ട് ചെയ്തൊക്കെ LDF-ലാന്ന് പറഞ്ഞു. ഓട്ടോമാറ്റിക്കായിട്ട് കുറെ കാലങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത സഹായങ്ങളൊക്കെ ഉണ്ട്. ഈ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് LDF-നാണോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആ തർക്കത്തിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഒരു ചോദ്യം. അത് അല്ലാതെ നമ്മൾ തെരഞ്ഞെടുപ്പ് ബന്ധമായിട്ട് അദ്ദേഹം വന്ന് വോട്ട് ചെയ്യാറുണ്ട്, പോവാറുണ്ട്. ഇതിനൊന്നും തെരഞ്ഞെടുപ്പ് ബന്ധമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ള ആളല്ല. അദ്ദേഹത്തിന് അല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഒരേ അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അറിയുന്ന ആൾക്കാർ ഒത്തിരി സഹായങ്ങൾ അങ്ങോട്ട് ചെയ്തിട്ടുള്ള ഒരു കുടുംബമാണ്. അവര് ആ സഹായങ്ങൾ പറയുന്ന ഒരു കാര്യം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പില് 24-ാം വാർഡിൽ ഇന്നലെ ഞാൻ കേട്ട് 24-ാം വാർഡിൽ എന്തോ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞു. 24-ാം വാർഡിൽ ഒരു കാലത്തും വോട്ടുള്ള ആളല്ല റഷീദ്. 18-ാം വാർഡിൽ ഒരു 6 വർഷം മുമ്പ് പാർലമെന്റ് ഇലക്ഷൻ വോട്ടുണ്ടായിരുന്നു. പിന്നത്തെ 2 തെരഞ്ഞെടുപ്പുകളിലും 18-ാം വാർഡിൽ വോട്ടില്ല. ചാലക്കുടി നഗരസഭയിൽ വോട്ടില്ല, കൊരട്ടി പഞ്ചായത്തിൽ മാത്രം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇലക്ഷന് മുമ്പ് പലപ്പോഴും നമ്മളിവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നതിന് ശേഷം എന്തുകൊണ്ട് വോട്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്ന രീതിയിലുള്ളതാണ്. ഇത് 10-ാം തീയതി നടന്നൊരു സംഭവമാണ്. തൊഴിലുറപ്പ് അന്നത്തെ ദിവസം എവിടെയാണ് നടന്നതെന്ന് നഗരസഭയിൽ മാർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടെ ചെന്നാൽ നമുക്കറിയാം 10-ാം തീയതി നടന്ന തൊഴിലുറപ്പ് നടന്ന സ്ഥലത്ത് നടന്ന ഒരു സംസാരം. അതിലൊക്കെ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. പക്ഷെ ഈ തൊഴിലുറപ്പ് ചേച്ചിമാരിത് പിടിക്കണമെന്ന് ഇതൊന്നും പറഞ്ഞിട്ടാവില്ല. അവരിപ്പോ സാധാരണ എനിക്ക് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ആരെങ്കിലും വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടോ? അങ്ങനത്തെ രീതിയിലേക്ക് ഇത് വളച്ചൊടിച്ചു കൊണ്ടുവരുന്നതിന് ഞാൻ വിചാരിക്കുന്നത്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകർ ഏതൊക്കെ വാർഡിലുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്, ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ മര്യാദ എന്ന് മാത്രമേ ഞാൻ കണക്കാക്കുന്നുള്ളൂ. എൻ്റെ വാർഡിന്റെ ചുറ്റുവട്ടത്തിലുള്ള വാർഡുകളിലൊക്കെ പോയി പ്രവർത്തിച്ചിട്ടുണ്ടാവും, പരമാവധി ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ടാവും. അതിൽ ജയവും പരാജയവും ഒക്കെ എല്ലാവർക്കും സംഭവിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇലക്ഷന്റെ ഭാഗമാണ്. അത് വിട്ടിട്ട് ഇതിന്റെ വസ്തുതകള് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് LDF നേതാക്കളെ കൊണ്ട് ഇതിന്റെ പ്രസ് കോൺഫറൻസ് വിളിപ്പിക്കുകയും അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ UDF-ഉം ബാധ്യസ്ഥരാവും. അത് തീർച്ചയായിട്ടും ഏതൊക്കെ വാർഡുകളിൽ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും.